എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ജനങ്ങൾക്കറിയാം. ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും കഥ പ്ലാൻ ചെയ്യണമെങ്കിൽ അവർക്ക് നിർബന്ധമായി 2 എലമെന്റ് വേണം. അതിൽ ഒരു മുസ്ലിം സാന്നിധ്യം വേണം. ആ മുസ്ലിം സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ റിയാസാണ്. റിയാസിലേക്ക് അവർ വളരെ പെട്ടെന്ന് ചെന്നു. പിന്നീട് അവർ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു എലമെന്റ് ഇത് പിണറായിലേക്ക് എത്തണം. പിണറായിലേക്ക് എത്തണമെങ്കിലേ സർക്കാരിന് അത് ഡാമേജ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും റിയാസിലേക്ക് ഇത് അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ അത് പിണറായിലേക്ക് എത്താൻ എളുപ്പമാണ്. എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, പ്രാഥമിക ചർച്ച പോലും നടത്താത്ത ഒരു വിഷയത്തിനെ സംബന്ധിച്ച് നിരന്തരം മാപ്രകളിലൂടെ വാർത്ത വരിക, അതിനുശേഷം ഇങ്ങനെ ബാർ ഉടമകളുടെ ഒരു ഓഡിയോ പുറത്തേക്ക് വരിക, എല്ലാം നിഷ്കളങ്കമായിട്ട് നമുക്ക് അങ്ങ് ചിന്തിക്കാം. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതിന് പിന്നാലെ അദ്ദേഹം DGPക്ക് പരാതി കൊടുക്കുന്നു.